ഹലോ, സ്ഥിരം നമ്മൾ ജ്വല്ലറിയോ ഹെയർ ആക്സസറീസോ ഒക്കെ ആയിട്ടാണ് വരാറ്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്കിംഗ് വീഡിയോ ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ബീഡ്സും ഒരു ക്രിസ്റ്റൽ ടെഗിൻ്റെ എലാസ്റ്റിക് ത്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 0.7 mm എലാസ്റ്റിക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ അതോ അതിന് താഴെയുള്ളത് എടുക്കണം കേട്ടോ. കട്ടി കൂടിയത് എടുക്കരുത്, എങ്കിൽ മാത്രമേ നമുക്കിത് കോർത്തെടുക്കാൻ എളുപ്പമായിട്ട് കിട്ടുള്ളൂ. ഒരുവിധം ലെങ്ത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഒരു 3 ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് ബീഡാണ് എടുത്തിരിക്കുന്നത്. സെയിം ബീഡ് തന്നെ 2 കളറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ബീഡ് ഇടുക. അതിന് ശേഷം 4ാമത് നമ്മളിടുന്ന ബീഡിനെ നമ്മൾ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 സൈഡിലെ ത്രെഡും അതിലൂടെ തന്നെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇട്ടു ആ ബീഡ്, 4ാമത്തെ ബീഡ് ലെഫ്റ്റ് സൈഡിൽ ഇട്ടു, 3 താറ്റത്തുണ്ട്. ഇനി റൈറ്റ് സൈഡിലെ ത്രെഡിനെ നമ്മൾ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അതിന് ശേഷം 2 ത്രെഡും ഒരേപോലെ പിടിക്കുക, എന്നിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ത്രെഡിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസമൊന്നും വരില്ല. ഒരേ ലെങ്ത്തിൽ തന്നെ നമുക്ക് അവസാനം വരെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീളം കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. ഇനി നമ്മൾ അടുത്ത ബീഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് 2 ബീഡ് 2 ത്രെഡിലിട്ട് കൊടുക്കുക. അതായത് ഓരോ ബീഡ് ഓരോ ത്രെഡിലിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുക്കുന്ന 3ാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ക്രോസ് ആയിട്ട് കോർക്കുക. നമ്മൾ 4ാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് ആദ്യം കോർത്തത്. ഇനി നമുക്ക് 3ാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഏത് സൈഡിലിട്ടാലും കുഴപ്പമില്ല, ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കുക. ത്രെഡ് ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് വലിച്ചു കൊടുക്കുക. ഇനി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. 2 ത്രെഡ് 2 സൈഡിലിടുക, സെൻറ്ററിൽ ഒരു ബീഡ് ഇടുക, അതിനെ ക്രോസ് ചെയ്ത് പോവുക. അങ്ങനെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ ഈ ഒരു പാറ്റേണിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് എന്താണ് ഐറ്റംസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. കാരണം ഏറ്റവും അവസാനമാണല്ലോ അതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് പോകരുത്. അത് നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് മെസ്സേജ് ഇടാം, നമ്മൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. ഏത് പ്രായത്തിലായാലും അതുപോലെ തന്നെ വീട്ടമ്മമാരോ ജോലിക്ക് പോകുന്നവരായാലും നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്ന രീതിയിൽ റെക്കോർഡഡ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളിതിങ്ങനെ ഞാൻ ഇത്രയും ലെങ്ത്തിൽ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ കോർക്കുക. അതിന് ശേഷം നമ്മൾ ഇനിയുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളിത് ഇപ്പോൾ 2 സൈഡിൽ നമ്മുടെ ത്രെഡ് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ സൈഡിലുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ബീഡിലേക്കും കൂടി കോർത്ത് നിർത്തണം. അതായത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ തൊട്ടടുത്തുള്ള അതിൻ്റെ ബീഡിലൂടെ കോർത്തു, അതുപോലെ വലിച്ചെടുത്തു. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ് വരുന്നുണ്ട്, ആ റെഡ് തന്നെ, അതിലൂടെ കോർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ത്രെഡിനെ കൊണ്ട് നിർത്തുക. കണ്ടോ, ആ ബീഡിലൂടെ കോർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് വലിച്ച് നിർത്തുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ത്രെഡും അതേപോലെ തന്നെ ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിലൂടെ കോർത്ത് സെയിം നമ്മുടെ ആ സെൻറ്റർ ബീഡിലൂടെ കോർത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ത്രെഡ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരിക. അപ്പോൾ അത് ഈ രീതിയിൽ തന്നെ കോർത്ത് പോകാണ്ടോ. നമ്മുടെ ആ ത്രെഡിൻ്റെ അടുത്തുള്ള ബീഡിലൂടെ കോർത്തു, വീണ്ടും നേരത്തെ ചെയ്ത സെൻറ്റർ ബീഡിലൂടെ കോർത്ത് നിർത്തുക. എന്നിട്ട് വേണം ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഈസിയാണ് കേട്ടോ. നമ്മൾക്കിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇതിൻ്റെ ആ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വേറൊരു മോഡലുണ്ട്, അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ഇടാം. ഞാൻ ലാസ്റ്റ് പറയാം, നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ആ സെൻറ്ററിലെ ബീഡിൻ്റെ 2 സൈഡിലായിട്ട് നമ്മുടെ ത്രെഡ് വന്നിട്ടുണ്ട്. ഇനി ഈ ത്രെഡിലേക്ക് നമ്മൾ ഓരോ സൈഡിലും ഓരോ ആ ഒരു പിങ്ക് റോസ് കളർ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഏത് കളറാണോ സെപ്പറേറ്റ് എടുക്കുന്നത് ഇതുപോലെ ഓരോ സൈഡിലും ഓരോന്ന് കോർത്ത് കൊടുക്കുക ആദ്യം. അതിന് ശേഷം വീണ്ടും നമ്മൾ 3ാമത്തെ ബീഡ് എടുത്തിട്ട് ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡിൽ ഓരോ ബീഡ് ഇട്ടു. ഇനി 3ാമത്തെ ബീഡിന് നമ്മൾ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള ഈ വർക്കുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനുള്ളത്. പക്ഷേ അല്ല, നമുക്കിതിൻ്റെ ആ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ 2 സൈഡിൽ നമ്മൾ വീണ്ടും ഓരോ ബീഡ് കോർക്കുക. സെൻറ്ററിൽ നമ്മൾ ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ സൈഡിൽ ഒരു ബീഡ്, ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബീഡ്, അത് സെയിം കളർ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പിങ്കാണ് എടുക്കുന്നത്, ആ ബീഡ് തന്നെ ഇതുപോലെ കോർക്കുക. അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സെൻറ്റർ ബീഡിൻ്റെ ഉള്ളിലൂടെ, റെഡ് സെൻറ്റർ ബീഡിൻ്റെ ഉള്ളിലൂടെ കണ്ടോ, ആ ഒരു സെൻറ്ററിലെ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെൻറ്ററിലെ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രമേ കോർക്കുള്ളൂ. നേരത്തെ നമ്മൾ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊണ്ടുവന്നിട്ടാണ് സെൻറ്റർ ബീഡിൽ കോർത്തത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇനി വരുന്ന സമയത്ത് നമ്മളത് ചെയ്യും കേട്ടോ. രണ്ടാമത് ഈ ഒരു പാറ്റേൺ ഫുള്ളാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ സെൻറ്ററിൽ ആ സെൻറ്റർ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്ത ത്രെഡും കൂടി കോർത്ത് കൊണ്ടുവരുന്നുണ്ട്.
ഇത് ഈ ഒരു 2 പ്രാവശ്യം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈസിയാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, നമ്മൾ ഏത് ബീഡിൻ്റെ ഉള്ളിലൂടെയൊക്കെ കോർക്കണേന്ന് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്, ത്രെഡിന് കട്ടി കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റിലേക്ക് കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 2 ലെയറൊക്കെ വരുന്നുണ്ട് ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കനം കുറഞ്ഞ ത്രെഡ് തന്നെ എടുക്കാൻ. ഇവിടെ 7 mm എടുത്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. ബീഡ് എൻ്റെ വലുതാണ്, 6 mm ഒക്കെ ബീഡാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ബീഡിനനുസരിച്ച് നിങ്ങൾ ത്രെഡിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവരിക കേട്ടോ. ഇനി നമ്മളിതേ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിലൂടെ കോർത്തിട്ട് സെൻറ്റർ ബീഡിലൂടെ എടുത്തിട്ട് ഓപ്പോസിറ്റേക്ക് കണ്ടോ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള റെഡിൻ്റെ ഉള്ളിലൂടെ നമ്മളിത് അതുപോലെ കോർത്തു. അതിന് ശേഷം അതിൻ്റെ ആ സെൻറ്റർ ബീഡിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ചെയ്യാം. ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ആദ്യം ചെയ്യുമ്പോൾ എനിക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇതൊക്കെ ചെയ്യുക എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ ഇതുപോലത്തെ ഓരോ മോഡലുകൾ കാണുമ്പോൾ. പക്ഷെ നമ്മളത് കണ്ട് പഠിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസിയാണ്. ഈസിയായിട്ട് ഇതുപോലെ പല മോഡലും ചെയ്യാൻ പറ്റും. ഈ ഒരു പാറ്റേൺ കോർക്കുന്ന ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല മോഡലുകളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇതിനിടയിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെ കോർത്തു, ഏത് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തു എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ പോവുക. ഒരുവിധം നിങ്ങൾക്ക് കോർക്കണ ഐഡിയ മനസ്സിലായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നമില്ല. പക്ഷേ ഒന്നും അറിയാണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി ഒരു ഇടയിൽ വെച്ചിട്ട് വീഡിയോ വീണ്ടും പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ഏത് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തു എന്നുള്ള ഒരു ഐഡിയയും കിട്ടില്ല. പിന്നെ നിങ്ങളത് ചെയ്ത് വരുമ്പോൾ ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ബീഡ് കോർത്ത് വരുന്ന ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ഇതുപോലത്തെ വേറെ മോഡലുകളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ വീണ്ടും സെൻറ്ററിലെ ബീഡിൽ കോർത്തു. ഇനി നമ്മൾ വീണ്ടും രണ്ടാമത് ചെയ്ത പോലെ തന്നെ രണ്ടാമതല്ല ആദ്യം ചെയ്ത പോലെ തന്നെ 2 സൈഡിലും ഓരോ ബീഡ് കോർത്ത് കൊടുക്കുക. ഒരു ബീഡ് എടുക്കുക, അതിനെ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ 2 സൈഡിലും ഓരോ ബീഡ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം റെഡിൽ ആ സെൻറ്റർ ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ സെൻറ്റർ ബീഡ് വരെ എത്തി നിർത്തുക. ലാസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എവിടെയാണ് നിർത്തേണ്ടതെന്നുള്ളത്. ലാസ്റ്റിലെ സെൻറ്റർ ബീഡിലൂടെ കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോർത്ത് കൊടുക്കാൻ പിന്നെ വേറെ സ്പേസ് ഇല്ല. അപ്പോൾ അവിടെ വരെ കോർത്ത് നിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടതെന്നുള്ളതാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഓരോ സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ. ഫസ്റ്റ് നമ്മുടെ ആ റെഡ് ബീഡ് കോർക്കണത്, അത് കഴിഞ്ഞിട്ട് പിങ്ക് ബീഡ് കോർക്കണത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് അതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. ഈ ബീഡുകൾ ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അപ്പോൾ അതെങ്ങനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് കേട്ടോ. നല്ല രീതിയിൽ കോൾഡാണ്, സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വളരെ സൗണ്ട് എന്താ പറയുക, നല്ല രീതിയിൽ സ്ട്രെയിൻ എടുത്തിട്ടാണ് സൗണ്ട് കൊടുക്കുന്നത്. സൗണ്ട് വല്ലാണ്ട് അടഞ്ഞിരുന്നിട്ട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം സൗണ്ടിൻ്റെ ആ ഒരു ഇത്. പിന്നെ അതിൻ്റെ ഇടയിൽ തുമ്മലും ഒരു 10-15 പ്രാവശ്യം ഞാൻ വീഡിയോ കട്ട് ചെയ്താണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. കാരണം വോയിസ് കൊടുത്ത് പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിലാവും തുമ്മൽ വരിക. എനിക്ക് കോൾഡ് വന്നാലുള്ള മെയിൻ പ്രശ്നം സൗണ്ട് അടയും തുമ്മലാണ്. ഭയങ്കര തുമ്മലാണ്. കണ്ടിന്യൂസ് ഒരു 10-15 പ്രാവശ്യം തുമ്മിയിട്ടേ പിന്നെ നിർത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഇന്നത്തെ വീഡിയോയിലുണ്ട്. നമ്മളിതാ പിങ്ക് ബീഡ് കോർത്ത് അവസാനിപ്പിക്കാറായിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മളിത് ക്രോസ് ചെയ്തു. അതിന് ശേഷം 2 സൈഡിലും ഓരോ ബീഡിട്ട് സെൻറ്ററിലെ റെഡ് ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി കോർത്ത് കഴിഞ്ഞാൽ പിങ്ക് ബീഡിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മളിതെങ്ങനെയാണ് ക്ലോസ് ചെയ്യാൻ പോണേന്നാണ് അറിയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ആ ഒരു മോഡലിലേക്ക് എങ്ങനെ എത്തിക്കണേന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെയും ആ റെഡിൻ്റെ ഉള്ളിലൂടെ തന്നെ ക്രോസ് ചെയ്യണം. നമ്മൾ അതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രോസ് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടാണ് നമ്മളിനി അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത സെക്ഷനിലും നമ്മൾ പിങ്ക് തന്നെയാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഇപ്പം നമ്മളത് റെഡിൻ്റെ ഉള്ളിലൂടെ 2 സൈഡിലേക്കും കോർത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് റെഡിൻ്റെ തൊട്ടടുത്ത് വരുന്ന പിങ്ക് ബീഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കോർത്ത് വെച്ചത് 2 സൈഡിലും, അതിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് സെൻറ്ററിലെ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്ത് നിർത്താം. ഓപ്പോസിറ്റും അതേപോലെ തന്നെ ചെയ്തത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ അടുത്തുള്ള പിങ്കിലൂടെ കോർത്ത് സെൻറ്ററിലെ ആ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് നമ്മൾ ഇതുപോലെ നിർത്തി. ഇനി ലെഫ്റ്റ് സൈഡും അതേ രീതിയിൽ തന്നെ ആ ത്രെഡ് നിൽക്കുന്ന അതിൻ്റെ അടുത്ത പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് സെൻറ്ററിലെ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കുക. ഞാനിങ്ങനെ വിശദമായിട്ട് പറയും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏത് ബീഡാന്നൊക്കെ ഞാൻ ഇത്രയും എടുത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണ കേൾക്കുമ്പോൾ ഒരു ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ട്, മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ വിശദമായിട്ട് പറയും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ത്രെഡ് നിൽക്കുന്നത് ആ പിങ്കിലെ സെൻറ്ററിലെ പിങ്കിൻ്റെ ബീഡിൻ്റെ ഉള്ളിലൂടെ 2 സൈഡിലേക്കാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതേ രീതിയിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 സൈഡിൻ്റെ ഉള്ളിലൂടെയും ഓരോ ബീഡ് കോർത്ത് കൊടുക്കുക. പിങ്ക് ബീഡ് തന്നെ സെയിം ഓരോ ബീഡ് കോർത്ത് കൊടുക്കുക.
അതിന് ശേഷം അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്മുടെ ആ ഒരു പിങ്കിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, ആ പിങ്കിൻ്റെ ആ ഒരു ബ്ലോക്കിലെ സെൻറ്റർ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്ത് കൊടുക്കുക. അതായത് ഇതാക്കണ്ടോ, ഈ ഒരു സെൻറ്റർ ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ ഓരോ ബീഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ പിങ്ക് ബോക്സ് ആ ഒരു കൂട്ടത്തിൻ്റെ ഉള്ളിലെ സെൻറ്റർ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളിതാ ഇതുപോലെ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, നിങ്ങൾക്കിത് ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും സ്ലോ ആയിട്ട് തന്നെ വീഡിയോ പറയുന്നത്. എനിക്ക് സ്പീഡ് ഇട്ട് കൊടുത്തിട്ടൊക്കെ പോവാം, പക്ഷേ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആവണം നിങ്ങൾക്ക്, അല്ലാതെ വെറുതെ ഒരു വീഡിയോ ഇട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തിൽ തന്നെ ആയാലും ഞാൻ ഇത്രയും ക്ലാരിറ്റിയിൽ ഓരോന്ന് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് സെയിം രണ്ട് സൈഡിൻ്റെ ഉള്ളിലൂടെയും ഓരോ പിങ്ക് ബീഡ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് കോർക്കില്ല. ഒരു സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലെ ത്രെഡ് മാത്രം ആ ഒരു സെൻറ്ററിലെ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇതിവിടെ കഴിഞ്ഞു, ഇനി ഇത് കെട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടിടാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ മാത്രം നമ്മൾ ഇതുപോലെ കോർത്തെടുത്തിട്ട് രണ്ട് ത്രെഡ് ഒരുമിച്ച് വന്നു. ഇനി ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. ആദ്യം ഇതുപോലെ സിമ്പിളായിട്ട് ഒരു കെട്ട് അതുപോലെ വലിച്ച് ടൈറ്റാക്കി വെക്കുക. ലൂസാവരുത്. അവിടെ ടൈറ്റായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത കെട്ടിടാവൂ. നല്ല രീതിയിൽ ടൈറ്റാക്കിയതിന് ശേഷം നമ്മളിനി ഈ ത്രെഡ് വലിച്ചെടുക്കുമ്പോഴൊന്നും ലൂസാവരുത് കേട്ടോ അവിടെ. ഇനി നമ്മളിത് ഇതുപോലെ 2 വട്ടം കോർത്ത് കൊടുക്കാം. ആ ത്രെഡിനെ 2 വട്ടം കോർത്തതിന് ശേഷം വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ അത് ഊരിപ്പോരില്ല കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് കെട്ടിട്ടത് ലൂസാവാതെ തന്നെ വേണം രണ്ടാമത്തെ കെട്ടിടാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ത്രെഡിനെ റെഡിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് കെട്ടിട്ട ആ ഒരു ത്രെഡിനെ അതിൻ്റെ തൊട്ടടുത്തുള്ള പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കോർത്ത് കൊണ്ടുവരികയാണ്. 2 ത്രെഡ് ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ കോർത്തുന്നത്. നമ്മൾ കെട്ടിട്ട് നിർത്തിയതിൻ്റെ തൊട്ടടുത്തുള്ള പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് 2 ത്രെഡും കോർത്തെടുക്കുക. അതിന് ശേഷം ഈ 2 ത്രെഡും ഒന്ന് കെട്ടി കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഒന്ന് സെക്യൂറായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെയും കൂടി കെട്ടിട്ട് കൊടുക്കുന്നത്. ഊരി പോവാതിരിക്കാൻ, ഇലാസ്റ്റിക് ത്രെഡാണല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു പിങ്ക് ബീഡിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ കെട്ടുമ്പോൾ നിങ്ങൾ 2 കെട്ട് കെട്ടണ്ട, 2 പ്രാവശ്യം കോർത്തിട്ട് ഒറ്റ കെട്ട് കെട്ടിയാൽ മതി. ഇനി അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ആ റെഡ് ബീഡ് ഉണ്ടല്ലോ, സെൻറ്ററിൻ്റെ ബീഡിൻ്റെ താഴെ നിൽക്കുന്ന റെഡ് ബീഡ്, അതിലൂടെ 2 ത്രെഡും ഇതുപോലെ കോർത്ത് കൊണ്ടുവരിക കേട്ടോ. ഇതാ നമ്മുടെ ത്രെഡ് ഇപ്പോൾ സെൻറ്റർ ബീഡിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ 2 ത്രെഡിൻ്റെ ഉള്ളിലൂടെയും ബീഡ്സ് കോർത്ത് കൊടുക്കണം. ഞാനിവിടെ റെഡ് ബീഡാണ് കോർക്കുന്നത്. 1-2 ബീഡേ കോർക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാട് ബീഡൊന്നും കോർക്കണ്ട. ഇനിയാണ് നമ്മൾ എന്താണ് സംഭവം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. നമ്മൾ കീ ചെയിനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ബീഡൊക്കെ കോർത്തതിന് ശേഷം നമ്മുടെ കീ ചെയിൻ്റെ കണ്ണി എടുക്കുക. ഈ ഒരു ത്രെഡിനെ അതിനെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് കീ ചെയിൻ്റെ കണ്ണിയിലേക്ക്. നിങ്ങൾക്ക് എത്ര ബീഡ് വേണമെങ്കിലും ഇടാം, ഒരുപാട് ലെങ്ത്തിൽ കീ ചെയിൻ ഇടാതിരിക്കുകയല്ലേ നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇത്ര ബീഡ് കോർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കീ ചെയിൻ 4 ബീഡാണ് ഞാൻ കോർത്തത്. ഇനി നമ്മുടെ കീ ചെയിൻ എടുക്കുക. അതിൻ്റെ ആ ഒരു കണ്ണിയിലേക്ക് നമ്മളിത് ഇതുപോലെ കോർത്ത് കെട്ടിയിട്ട് കൊടുക്കുക. ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് കെട്ടിയിട്ട് കൊടുക്കുക. 2-3 കെട്ടിട്ട് നല്ല രീതിയിൽ നമ്മളതവിടെ ഫിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം 2 വട്ടം കോർത്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ കെട്ടിടുന്നതാണ് ഊരി പോരാതിരിക്കാൻ നല്ലത് കേട്ടോ. ഇത് 2-3 വട്ടം കെട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഉരുക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉരുക്കാൻ പറ്റും. അതായത് ചിലർ ഉരുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ത്രെഡ് ഈ എലാസ്റ്റിക് ആയ കാരണം അത് പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ അത് വിട്ടുപോകും, നമ്മുടെ ആ ത്രെഡ് കട്ട് ചെയ്ത് പോകും. അതില്ലാണ്ട് പെർഫെക്റ്റായിട്ട് നിങ്ങൾ ലൈറ്റായിട്ടൊന്ന് ഉരുക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കണ്ട.